നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പേരാമ്പ്ര നിയോജക മണ്ഡലം NDA തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ചെമ്പ്ര റോഡ് ബൈപ്പാസ് ജംഗ്ഷനിൽ തുറന്നു പ്രവർത്തനം ആരംഭിച്ചു. BJP സംസ്ഥാന സെക്രട്ടറി MD രമേശ് ഉദ്ഘാടനം ചെയ്തു. പേരാമ്പ്ര നിയോജക മണ്ഡലത്തിന്റെ ഏറ്റവും പ്രധാന ആവശ്യമായ താലൂക്ക് രൂപീകരണം സാധ്യമാക്കുന്നതിൽ MLAയും LDF കൺവീനറുമായ TP രാമകൃഷ്ണൻ പൂർണ്ണ പരാജയമാണെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് പറഞ്ഞു. NDA പേരാമ്പ്ര നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏപ്രിൽ മാസത്തിലാണ് നമ്മുടെ സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. ഈ ആഴ്ചയോ അടുത്ത ആഴ്ചയോ തെരഞ്ഞെടുപ്പിൻ്റെ ഔപചാരികമായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ തയ്യാറെടുപ്പുകളുടെ ഭാഗമായി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വ്യത്യസ്തങ്ങളായിട്ടുള്ള ധാരാളം പ്രവർത്തനങ്ങൾക്ക് നമ്മളെല്ലാവരും നേതൃത്വം കൊടുക്കുകയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃപരമായിട്ടുള്ള പങ്കുവഹിക്കാൻ സാധിക്കുന്ന രീതിയിൽ നിയോജക മണ്ഡലത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് നാം ഇന്നിവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. തീർച്ചയായിട്ടും പേരാമ്പ്ര നിയോജക മണ്ഡലത്തിൽ വലിയ രാഷ്ട്രീയ സാധ്യതകളുള്ള സന്ദർഭമാണ് നമ്മുടെ മുമ്പിലുള്ളത്. കഴിഞ്ഞ കുറേ കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്, പ്രത്യേകിച്ചും CPM-ന് നിർണായകമായ സ്വാധീനമുള്ളൊരു മണ്ഡലമാണ് പേരാമ്പ്ര മണ്ഡലം. പക്ഷെ ആ മണ്ഡലത്തിൽ CPM-ന്റെ സ്വാധീന ശക്തി കുറഞ്ഞു വരുന്നു എന്നുള്ളത് കഴിഞ്ഞ കുറച്ചു കാലമായി നമ്മളെല്ലാവരും അനുഭവിക്കുന്നതാണ്. CPM-ന്റെ സ്വാധീനം കുറയുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വാധീനം കുറയുമ്പോൾ അത് UDF-ന് അനുകൂലമായി മാറാതിരിക്കാനുള്ള രാഷ്ട്രീയമായിട്ടുള്ള സമീപനവും കരുതലും ജാഗ്രതയുമെല്ലാം ഈ സന്ദർഭത്തിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. CPM-ന്റെ സഹയാത്രികരായിട്ടുള്ള ആളുകൾ നമ്മുടെ കൂടെ വന്നതുകൊണ്ടാണ് ഒരുപാട് പ്രദേശങ്ങളിൽ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും ഒക്കെ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ കഴിഞ്ഞ കാലങ്ങളിൽ CPM-ന്റെ സഹയാത്രികരോ പ്രവർത്തകരോ ഒക്കെ ആയിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. അതുകൊണ്ട് CPM-ന്റെ ക്ഷയവും ക്ഷീണവും എല്ലാ സന്ദർഭത്തിലും പ്രയോജനകരമാകുന്നത് ഭാരതീയ ജനതാ പാർട്ടിക്കാണ്, ദേശീയ ജനാധിപത്യ സഖ്യത്തിനാണ്. അതേ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാൻ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലുമെല്ലാം ആവർത്തിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതാണ്, ശ്രമിക്കേണ്ടതാണ്. LDF-ന് ബദലല്ല UDF. ഇത് എത്രമാത്രം സമർത്ഥമായി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നുവോ. കഴിഞ്ഞ 10 വർഷം പേരാമ്പ്രയുടെ MLA ആയിരുന്നിട്ടും പേരാമ്പ്രയുടെ ചിരകാല ആവശ്യമായ താലൂക്ക് രൂപീകരണത്തോട് മുഖം തിരിഞ്ഞ സമീപനമാണ് MLA കാണിച്ചത്. ശബരിമല ക്ഷേത്രക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇടതു വലത് മുന്നണികൾ ഒരേ തൂവൽ പക്ഷികളാണ്. കേരള ജനത ഇടതു വലത് രാഷ്ട്രീയം മടുത്തു കഴിഞ്ഞെന്നും കേരളത്തിന്റെ മണ്ണ് NDAക്ക് അനുകൂലമാണെന്നും ഈ തെരഞ്ഞെടുപ്പോടുകൂടി അത് തെളിയുമെന്നും അദ്ദേഹം പറഞ്ഞു. BJP ജില്ലാ കമ്മിറ്റി അംഗം K പ്രദീപൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് CR പ്രഫുൽ കൃഷ്ണൻ,
മുഖ്യപ്രഭാഷണം നടത്തി. മുരടിപ്പിന്റെ ബാക്കിപത്രമാക്കി ഈ കേരളത്തെ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. പേരാമ്പ്ര മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ചിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങളുമുള്ള ഒരു മണ്ഡലമാണ് പേരാമ്പ്ര എന്ന് പറയുന്നത്. പക്ഷെ പേരാമ്പ്ര മണ്ഡലം ഇന്നും യാതൊരു വികസനവുമില്ലാതെ, ഈ മണ്ഡലം കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും വികസന മുരടിപ്പുള്ള മണ്ഡലം ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് അതിൽ 1, 2, 3 സ്ഥാനങ്ങൾ എണ്ണുമ്പോൾ അതിലൊന്ന് പേരാമ്പ്ര മണ്ഡലമാണ്. പേരാമ്പ്രയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർ ഈ പേരാമ്പ്രയ്ക്ക് വേണ്ടി എന്താ ചെയ്തത്? ഏറ്റവും കൂടുതൽ മണ്ണിൽ അധ്വാനിക്കുന്ന കർഷകരുള്ള ഒരു മണ്ഡലമാണ്. എത്ര നെൽവയലുകളുണ്ട് ഇവിടെ അല്ലേ? നമ്മളെ KK രജീഷിയൊക്കെ നല്ല കർഷകരുണ്ട്. ഒരുപാട് നെൽവയലുകൾ തരിശ് ഭൂമിയായി കിടക്കുകയാണ്. കർഷകന്മാർ കൃഷി ചെയ്യാൻ തയ്യാറാകുന്നില്ല. കാരണം കൃഷി ചെയ്താൽ അത് നഷ്ടമാണ് എന്നാണ് പറയുന്നത്. മേഖലാ ജനറൽ സെക്രട്ടറി M. മോഹനൻ, സന്തോഷ് കാളിയത്ത്, PP മുരളി, രാമദാസ് മണലേരി, VK ജയൻ, തറമൽ രാഗേഷ്, KK രജീഷ്, DK മനു, ജുബിൻ ബാലകൃഷ്ണൻ, K. അനൂപ്, M. ജയസുധ, TP രാജേഷ്, ബിനു നാഗത്ത്, മധു പുഴയരികത്ത്, TM ഹരിദാസ് എന്നിവർ പ്രസംഗിച്ചു. D. മനു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ MK രൂപേഷ് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.